ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദോസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. ഡ്രസ്സൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനുള്ള ഷോപ്പിംഗ് ആണോ, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയതാണോ എന്നൊക്കെ. അതൊന്നുമല്ല. നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് പോകുമ്പോൾ നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വേണ്ടേ പോവാൻ. അപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് 2 ഡ്രസ്സാണ് എടുത്തത്. അതൊക്കെ പാക്ക് ചെയ്ത് ഇനി നേരെ നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോവാം. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കല്യാണമാണ്. ഏകദേശം ഒരു 11:15 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മേലാറ്റൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് എന്താണെന്ന് ശരിക്കും അറിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നു. പിന്നെ ഈ കല്യാണത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ പ്രത്യേകത, ഞാൻ നോമ്പിന് പങ്കെടുക്കുന്ന ആദ്യത്തെ കല്യാണമാണ്. കല്യാണത്തിന് പോയിട്ട് നോമ്പായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ പോരുന്ന ആദ്യത്തെ കല്യാണമാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം കഴിക്കലൊന്നും അല്ലല്ലോ. ചിലതിന് എന്തായാലും നമുക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റൂല. അത്രയും വേണ്ടപ്പെട്ടവരുടെ കല്യാണം ആകുമ്പോൾ ഫുഡ് മാത്രമൊന്നുമല്ല അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് ശ്രുതി, അവളെ ഹസ്ബൻഡ് രാഹുൽ. ശ്രുതിൻ്റെ കൂടെ BEd പഠിച്ചതാണ്. അപ്പോൾ ശ്രുതിൻ്റെ കല്യാണത്തിന് എന്തായാലും പോകണം പറഞ്ഞു. വേറെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. വൃന്ദ വന്നിട്ടുണ്ട്, മീനു വന്നിട്ടുണ്ട്, പിന്നെ മനീഷ വന്നിട്ടുണ്ട്. ഷെഫ്രിനെ ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. പക്ഷേ ഷെഫ്രിന് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ, അതേപോലെ ശ്രുതിനെ ഒന്ന് പോയി കാണുകയൊക്കെ വേണമല്ലോ, കല്യാണ പെണ്ണൊക്കെ അല്ലേ. അപ്പോൾ അവിടെ പോയിങ്ങാണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കല്യാണമാണെന്ന്. അപ്പോൾ നല്ല കുറേ ആളുകളുണ്ടായി. ഇതുവരെ ഇപ്പോൾ കോവിഡൊക്കെ ആകുമ്പോൾ കുഞ്ഞു കല്യാണം, കുറച്ച് ആളുകൾ അങ്ങനെയല്ലേ ഉണ്ടാവില്ല. ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും അവളെ കാണാനൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കല്യാണ ദിവസം ഞങ്ങൾ കുറച്ച് പേരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ പേര് ഇന്നലെ രാത്രി പോയിട്ടുണ്ട് കേട്ടോ. നോമ്പായതുകൊണ്ട് കല്യാണ ദിവസം വരാൻ കഴിയൂല, പിന്നെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കുറേ ആളുകൾ ടീച്ചേഴ്സായി വർക്ക് ചെയ്യണോണ്ട് ക്ലാസ് ഉണ്ടോ ഒക്കെ പറഞ്ഞ് വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. ഞങ്ങൾ എന്തായാലും ഇന്ന് പോയി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കുറേ തിരക്കുകൾ ഉണ്ടായിട്ടും ഞങ്ങൾ മാറ്റിവെച്ച് ശ്രുതിൻ്റെ കല്യാണം കൂടാൻ പോയതാണ്. ഞങ്ങൾ ചെന്നു, കണ്ടു, സംസാരിച്ചു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വൃന്ദോസ്കിൻ്റെ വക ഒരു സെൽഫി എടുത്തു കേട്ടോ. കാരണം സ്റ്റാറ്റസ് ഇടണ്ടേ, മറ്റേത് ഇപ്പോൾ ഇനി ശ്രുതി എപ്പോൾ അയച്ച് തന്ന് കിട്ടാനാണ് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. കാരണം നല്ല തിരക്കുണ്ട്, കുറേ ആളുകൾ ഫോട്ടോ എടുക്കാനും ചെക്കനെയും പെണ്ണിനെയും കാണാനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം സമയം വൈകിക്കരുതല്ലോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. സാധാരണ കല്യാണത്തിന് പോയാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൃന്ദി, മീനു, മനീഷയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി കുറേ വിളിച്ചിട്ടോ അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് നോമ്പാണ്, എനിക്ക് വരാൻ പറ്റില്ല ഒക്കെ പറഞ്ഞു. അവർ കുറേ പ്രലോഭിപ്പിച്ച് ഞാൻ വീണ് കൊടുത്തില്ല. ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പോയിട്ട് സദ്യയൊക്കെ ഒഴിവാക്കി പോരുന്നത്. സദ്യ എന്നല്ല, കല്യാണത്തിന് പോയിട്ട് ഫുഡ് ഒഴിവാക്കി പോരുന്നത് ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ശ്രുതിൻ്റെ കല്യാണം കൂടാന്നുള്ളതുള്ളൂ. ഫുഡ് എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമേ എനിക്കല്ലായിരുന്നു. ഭയങ്കര സന്തോഷമായി കാണാൻ പറ്റിയാലും കൂടാൻ പറ്റിയാലും ഒക്കെ. ഇതിനിടയ്ക്ക് വൃന്ദ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം അത്. നല്ല സദ്യയൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്ക് നോമ്പായതുകൊണ്ട് ഏതായാലും കഴിക്കണില്ല.
അവൾ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആ സദ്യൻ്റെ വീഡിയോ കൂടെ കല്യാണമല്ലേ, അപ്പോൾ സദ്യയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനി കമൻ്റ് ഇടാൻ നിൽക്കണ്ട, നീ പോയി സദ്യ കഴിച്ചില്ലേ എന്നുള്ളത് നിരോധിച്ചിരിക്കുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാനവിടെ മുന്നിൽ പോസ്റ്റാണ്. അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ട് കുറേ സമയമായി. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. കുറച്ചാളുകൾ വന്നിട്ട് പറയും, ചേച്ചി ഒരു ഫോട്ടോ എടുത്ത് തരുമോ, താത്ത ഒരു ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചിട്ട് അവരെ മൊബൈൽ നമ്മളെ കയ്യിൽ തരും. അങ്ങനെ കുറേ ആളുകൾക്ക് ഫോട്ടോ എടുത്തു കൊടുത്തു. പിന്നെ വെറുതെ ഇരുന്നപ്പോൾ അവരുടെ ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സൊക്കെ വരുന്ന കുറേ വീഡിയോസ് ഞാനും എടുത്തു. വെറുതെ ഇതിൽ ഉൾപ്പെടുത്താലോ എന്ന് വിചാരിച്ചു. ഷെഫ്രി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കമ്പനിക്ക് ഒരാളായിരുന്നു. ഷെഫ്രീനും വരാൻ ഒരുപാട് വൈകി. ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ വന്ന് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഷെഫ്രീൻ വരികയാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ആരുമില്ല, എല്ലാവരും ഓഡിറ്റോറിയത്തിൻ്റെ അകത്താണ്. പിന്നെ പറയണ്ടോ, ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുന്നത്. അങ്ങനെ ചെറപറ എടുത്ത ഫോട്ടോസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷെഫ്രി മാത്രം വന്നില്ല, ബാക്കിയൊക്കെ ഉഷാറായി. ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.